ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദീർഘകാലം എങ്ങനെ ഈ അച്ചാർ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദീർഘകാലം എങ്ങനെ ഈ അച്ചാർ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെല്ലിക്ക അച്ചാറിന് വേണ്ടി ഞാനിവിടെ 1/4 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ചെറിയ സൈസ് അല്ലാത്ത രീതിയിലുള്ള നെല്ലിക്കയാണ് ഇത്. വളരെ കയ്പ് കുറഞ്ഞ ഒരു നെല്ലിക്ക കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പല രീതിയിൽ ആളുകൾ വേവിച്ചെടുക്കാറുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ നമുക്കിതുപോലെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ആ നെല്ലിക്ക നമുക്ക് നോക്കുമ്പോൾ അറിയാം നന്നായി വെന്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം അതിന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഞാനത് ഇറക്കി ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഞാൻ കോരി നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാര്യം അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വെള്ളം മാറ്റുന്നതിന് വേണ്ടി ഞാനത് ഒരു കയ്യിൽ കൊണ്ട് കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നെല്ലിക്ക നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെന്തോ എന്ന് കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനി ഒന്നും ചെയ്യേണ്ട. ഇത് നെല്ലിക്ക തിളപ്പിച്ച വെള്ളമാണ്. ഈ വെള്ളം നമുക്ക് കളയണ്ട. ഇത് നമുക്ക് അച്ചാറിന് ആവശ്യം വരും. നമുക്കത് മാറ്റി വെക്കാം. ഇനി നെല്ലിക്ക നന്നായിട്ട് നിങ്ങൾ ചെയ്തത് വെന്തിട്ടില്ല എങ്കിൽ ഈ നെല്ലിക്കയുടെ സൈഡിൽ ഒന്ന് പോറിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം അതിലേക്ക് നമ്മുടെ മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ചെയ്യുന്നില്ല, കാരണം എനിക്ക് നെല്ലിക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, അതുപോലെ തന്നെ പച്ചമുളക് വേണം. അപ്പോൾ വെളുത്തുള്ളി ഞാനൊരു 3 മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് പൊളന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മൺചട്ടി തന്നെ എടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ദീർഘകാലം അത് കേടാകാതെ ഇരിക്കും അച്ചാർ. സോ അതുകൊണ്ട് ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ കൂടിയാൽ അത്രയും നല്ലതാണ്, കാരണം അച്ചാർ കേടാകാതെ ഇരിക്കും. എണ്ണ ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഞാൻ അതിനകത്തേക്ക് 2ആയിട്ട് പൊളന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഈ എണ്ണയിൽ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടി ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ. അപ്പോൾ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ചാറിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് കായ പൊടിച്ചതും കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായവും ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ നെല്ലിക്ക വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നെല്ലിക്ക തിളപ്പിച്ചതിൻ്റെ ആ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് തിളച്ച് വരുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമായ വിനാഗിരി കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റട്ടെ. ആ വിനാഗിരിയിലെ ജലാംശം ഒക്കെ നഷ്ടപ്പെട്ട് അത് നല്ല രീതിയിൽ ഒന്ന് തിക്കായിട്ട് ആ ഗ്രേവി വരുന്നത് വരെ നമുക്ക് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നെല്ലിക്ക ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി നമുക്കത് ഗ്രേവി ഒന്ന് തിക്കായി വന്നു എന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നെല്ലിക്ക നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അച്ചാർ കൂടുതൽ കാലം ഇരിക്കണമെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ ഗ്രേവിയൊക്കെ കോരി നോക്കിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചാർ കൂടുതൽ കാലം സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കോരി എടുക്കുന്ന സ്പൂണ് നനഞ്ഞ സ്പൂണ് ആയിരിക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ അച്ചാറിനെ നമുക്ക് ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിത് 1 മാസം വരെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അതായത് ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു 6 മാസത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു ടിന്നിൽ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നമുക്ക് അച്ചാർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയും എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായ രീതിയിൽ അതിൻ്റെ എല്ലാം വെന്ത് കുറുകി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ട്
തണുക്കാൻ അനുവദിക്കുക. ഒരു 2 മണിക്കൂർ നേരം അതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ നേരം അത് തണുക്കാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു ചില്ലിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നല്ലെണ്ണ ഒരു കയ്യിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ ആ കുപ്പിയിൽ ഒഴിച്ചിട്ട് ആ കുപ്പിക്ക് ചുറ്റും ഒന്ന് നമുക്കിങ്ങനെ കറക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ അച്ചാർ ഭദ്രമായി അതിനകത്തേക്ക് കോരി നിറയ്ക്കും. അപ്പോൾ എത്ര കുപ്പികളിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ നിറച്ച് വയ്ക്കാം. അത് 1-2 കുപ്പികൾ നമുക്ക് പുറത്ത് വയ്ക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ കാലം നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.